ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താന്നുള്ള കാര്യം തമ്പ്രൈനിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? എന്റെ ഒരു തൈറോയ്ഡ് സർജറി എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് തൈറോയ്ഡ് സർജറി കഴിഞ്ഞ വർഷമാണ് നടന്നത്. കഴിഞ്ഞ ഏപ്രിലായിരുന്നു. എന്ന് വെച്ചാൽ മീൻസ് ഈ കഴിഞ്ഞ ഏപ്രിൽ അല്ല, അതിന്റെ മുമ്പത്തെ ഏപ്രിൽ. അതായത് ഇപ്പൊ ഏകദേശം ഒരു 1.5 വർഷമായി എനിക്ക് തൈറോയ്ഡ് സർജറി കഴിഞ്ഞിട്ട്. അപ്പോ അന്ന് ആ സർജറി സമയത്ത് എനിക്ക് എന്താ എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, എനിക്കിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതായത് തൈറോയ്ഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എനിക്ക് എന്തായ ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള എന്റെ എക്സ്പീരിയൻസസ്, ഇതെല്ലാമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നാലോ? അപ്പൊ എനിക്ക് ശരിക്കും ഈ തൈറോയ്ഡ് എന്നുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ ഇവിടെ തൃശ്ശൂരല്ലായിരുന്നു, ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നു. ആ സമയത്ത് ചെറുതായിട്ട് എന്റെ കഴുത്തിന്റെ സൈഡിൽ, അത് വലത് ഭാഗത്തായിട്ട് ഒരു തടുപ്പ് പോലെ ചെറുതായിട്ട് ഫോം ചെയ്തായിരുന്നു. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, നമ്മൾ ചെറിയ തടുപ്പുണ്ട്, തടുപ്പ് തോന്നി എന്നാലും പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയാ ലൈഫിന്റെ ആ സ്പീഡിലുള്ള പോക്കിനെ നമ്മളൊന്നും കെയർ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാലും കുറച്ചുകൂടി കഴിഞ്ഞ് ഒരു 6 മാസമൊക്കെ ആയി തുടങ്ങിയപ്പോ ഈ ഒരു തടിപ്പ് കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചെറിയ രീതിയിൽ ഒരു ഒരു ഇത്തിരി ഈ വശത്തേക്കാട്ടും ഈ ഭാഗത്ത് ഒരു ഇത്തിരി പൊങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വന്നു തുടങ്ങി. അപ്പോഴും ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ എനിക്ക് തോന്നി ഇത് തൈറോയിഡിന്റെ എന്തെങ്കിലും ആയിരിക്കും എന്നൊരു ഡൗട്ട് എനിക്ക് തോന്നി. കാരണം എന്റെ അമ്മയ്ക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് തൈറോയിഡ് സർജറി കഴിഞ്ഞതാണ്. അപ്പൊ ഈ തൈറോയിഡ് ഇങ്ങനെ ഹെറിഡിറ്ററി ആണ്, പാരമ്പര്യമായിട്ട് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു ചെറിയൊരു സംശയം തോന്നി, തൈറോയിഡ് ആയിരിക്കും എന്നിങ്ങനെ തോന്നി. അപ്പോഴും ഈ പറഞ്ഞ പോലെ വിട്ടു, പോട്ടെ പിന്നെ നോക്കാം. അങ്ങനെയാണല്ലോ നമ്മളില്. എനിക്ക് തോന്നുന്നു 99% ആളുകളും അങ്ങനെയാണ്. എന്തെങ്കിലും ചെറുതുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകണം, അതാണ് കറക്റ്റ്. പക്ഷെ എന്നാലും ഒരു മനുഷ്യ സഹജമായ രീതി അനുസരിച്ച് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് 1 വർഷമായി, 1.5 വർഷമൊക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് ബൾജ് ചെയ്ത് തുടങ്ങി. അപ്പോ എന്റെ പരിചയമുള്ളവരും എന്റെ ഫ്രണ്ട്സും നമ്മളെ കാണുന്നവരൊക്കെ ചോദിച്ചു തുടങ്ങി, തൈറോയിഡ് ഉണ്ടാവും എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്തി. ആ തടിപ്പ് മാറി സ്വെല്ലിംഗ് ആയി, ഇത്തിരി കൂടി വലുതായി തുടങ്ങി. അപ്പൊ ആളുകൾക്കൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു തുടങ്ങി, തൈറോയിഡ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ എല്ലാരും ചോദിച്ചു തുടങ്ങി, അപ്പൊ ഇതൊന്ന് കാണിക്കാം. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇതിപ്പോ 6 മാസം 1 വർഷമായി നമ്മളിങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. അപ്പൊ ഹസ്ബൻഡിനോട് പല പ്രാവശ്യം പറഞ്ഞു ഇത് കാണിക്കാം. അപ്പോഴൊക്കെ ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ ഇങ്ങനെയുള്ള ആ ഒരു മനുഷ്യ മനോഭാവം ഉണ്ടല്ലോ, അത് തന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. കാരണം ആ സമയത്ത് എനിക്ക് ഇതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതൊരു കാര്യമായിരുന്നു നീട്ടിക്കൊണ്ട് പോകാനുള്ളത്. കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമ്പോഴാണോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഇത് വരും, അതുവരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമല്ലോ. മനുഷ്യ സഹജമായ കാര്യമാണ്. നമ്മൾ ഭൂരിഭാഗം ആളുകൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഈ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ആ സിറ്റുവേഷനിലേക്ക് വരാതിരിക്കും. പ്രത്യേകിച്ചും തൈറോയ്ഡ് പോലത്തെ സർജറി, ചില തൈറോയ്ഡ് കേട്ടോ, എന്ന് വെച്ചാല് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിന് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ, തൈറോയിഡിന്റെ ആ ഒരു ഹോർമോൺ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒരു മെഡിസിൻ ഉണ്ട്, തൈറോക്സിൻ, അത് നമുക്ക് ഡോക്ടർ തരും. അതല്ല ഇപ്പോ ബ്ലഡിൽ തൈറോയ്ഡ് ഇല്ല എങ്കിൽ അത് മരുന്നിൽ മാറില്ല, സർജറി തന്നെ ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എത്രയും പെട്ടെന്ന്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഞാനൊക്കെ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ഒരു പ്രയോജനം എന്താണെങ്കിലും ചെയ്യേണ്ട വന്നു സർജറി. അത്രയും നാൾ അനുഭവിച്ച ബുദ്ധിമുട്ട് മാത്രം ബാക്കിയായി. അതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, എന്തെങ്കിലും കേസ് ഇപ്പൊ തൈറോയിഡിന്റെ ഒരു ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലാണെങ്കിൽ ഈ പറഞ്ഞ മരുന്ന് കഴിച്ച് മാറാം, അതല്ല എങ്കിൽ ഒരു സർജറി കൊണ്ട് മാറാം. ചെറിയൊരു സർജറിയാണ്, ഒരു പ്രശ്നമില്ലാത്തൊരു സർജറിയാണ്. ഒരിക്കലും ദൈവം വെച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഒന്നിനെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ സർജറി. പിന്നെ ഇത് വെച്ച് അങ്ങേ അറ്റം ആക്കണേക്കാൾ എത്രയോ നല്ലതാ. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് വലുതായി ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആയപ്പോ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം ഇങ്ങനെ കുറച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര കതപ്പ്, ശ്വാസം എടുക്കാൻ ഭയങ്കര ശ്വാസം മുട്ടൽ. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് കുറച്ച് എക്സ്ട്രീമിലേക്ക് ആയി എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അതുപോലെ എന്തോ ഒന്ന് തൊണ്ടയിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് വന്നു തുടങ്ങി. നമുക്ക് ഇത്ര വലുതായല്ലോ. ആ സമയത്ത് വിചാരിച്ചു എന്താണെങ്കിലും ഡോക്ടറെ ഒന്ന് കാണണം.
എന്നിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ആലപ്പുഴയിൽ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടപ്പോഴത്തേനും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. നമുക്കിത് ആദ്യം ഇതിന്റെ മെയിൻ ഇത് ബ്ലഡ് ടെസ്റ്റ് ആണ്. ബ്ലഡ് ടെസ്റ്റ് നോക്കിയപ്പോഴത്തേനും എനിക്ക് ബ്ലഡിലില്ല തൈറോയിഡ്. അപ്പൊ എന്താ, ബ്ലഡിൽ തൈറോയിഡിന്റെ ഇതില്ലെങ്കിൽ നമുക്ക് സർജറിയെ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ബ്ലഡിലായിരുന്നെങ്കിൽ നമുക്ക് ഇതിന് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴും ഇങ്ങനെ വിചാരിച്ചു, അയ്യോ ഇനി സർജറി ചെയ്യണമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ചെയ്യാം ചെയ്യാം എന്നും പറയും. വീണ്ടും 6 മാസം പോയപ്പോ ഇത് നന്നായിട്ട് വലുതായി. ഇപ്പൊ ആര് കണ്ടാലും, ഇവൻ എനിക്ക് പോലും കണ്ണാടിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും സ്വെല്ലിംഗ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ 2 വർഷം കൊണ്ടാണ് അത് അത്രയും ഓട് വലുതായത്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര വലിപ്പം കൂടുന്നത് ഓക്കെ ശരി, നമുക്കൊരു കാണുമ്പോൾ ഒരു അപാകത. പക്ഷെ അതിനേക്കാട്ട് എല്ലാത്തിനും ഉപരി ഈ പറഞ്ഞത് നമുക്ക് ശ്വാസം മുട്ടലും അതുപോലെ തൊണ്ടയിൽ എന്തോ തടഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇങ്ങനെയൊക്കെ വന്നപ്പോ ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഹസ്ബൻഡും പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമുക്കത് ഡോക്ടറെ കാണാം. പല പ്രാവശ്യം ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴെല്ലാം നമ്മളിങ്ങനെ നീട്ടി ഞാനായിട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ വിചാരിച്ചു കാണാം. അങ്ങനെ എറണാകുളത്ത് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലാണ് കാണാൻ പോയത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഹോസ്പിറ്റലാണ് എറണാകുളം മെഡിക്കൽ ടെസ്റ്റ്. എന്റെ വീട് എറണാകുളത്താണ്. അപ്പൊ അത് വീടിന് അടുത്ത് തന്നെയാണ് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പം അവിടെ ചെന്നു ഡോക്ടർ ആനി പുളിക്കലിനെയാണ് കണ്ടത്. മാം എൻഡോക്രൈനോളജിസ്റ്റ് ആണ് അവിടുത്തെ. അപ്പൊ ഇതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിലില്ല. നമുക്ക് അറിയാലോ ബ്ലഡിൽ ഇല്ലാത്ത, നമുക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നേരത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അറിയാം. ആ ഒരു വർഷം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു, എനിക്ക് ബ്ലഡിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ബ്ലഡിൽ ഇല്ലാതെ കൊണ്ട് സർജറി എന്താണെങ്കിൽ വേണമെന്ന് മാം പറഞ്ഞു. ഞാൻ പറഞ്ഞു മാം ഇത് വെച്ചുകൊണ്ടിരിക്കണോ, ഇത് കോംപ്ലിക്കേഷൻ ഒരു പ്രശ്നമില്ല, വളരെ നിസ്സാര സർജറിയാണ്, എന്താണ് ഇത് ചെയ്യുക, അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം. മാം അത് ഒരുപാട് എന്നെ ഇങ്ങനെ സർജറിക്ക് മോട്ടിവേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ സർജൻ എഴുതി. സർജൻ ഡോക്ടർ ആന്റണിയാണ് അവിടുത്തെ സർജനാണ്. പുള്ളി കാർഡിയോ വാസ്കുലർ സർജനാണ്. മെഡിക്കൽ ടെസ്റ്റില് ഭയങ്കര ഫേമസ് സർജനാണ് കേട്ടോ. പുള്ളിക്ക് എഴുതി. അപ്പൊ ഞങ്ങള് മാമിനെ കണ്ട ശേഷം സർജനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ സർജനെ കണ്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഇതെന്തിനാ ഇത്രയും വെച്ചുകൊണ്ടിരുന്നത്. പുള്ളി ആദ്യം എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ആൻസർ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ശരിയാണ്, വെച്ചോണ്ടിരിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാ ഇത് ഇത്രയും വെച്ചോണ്ടിരുന്നത്. അപ്പൊ 3 years ഗ്രോത്ത് ആയി ഇതിന് ശരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇതിനകത്തൊരു രീതിയുണ്ട്, നമുക്ക് തൈറോയിഡിന്റെ ഒരു ഇങ്ങനെ ഇത്രയും ബൾജ് ചെയ്തിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്തെടുത്ത് അത് ടെസ്റ്റിന് വിടണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ആ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ ഡോക്ടേഴ്സിന്. അപ്പൊ അതൊന്ന് ചെയ്തിട്ട് വരണം. അപ്പൊ അത് ഇന്ന് ചെയ്യണ്ട, 2 days കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞു. സത്യം പറയട്ടെ, എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം അതായിരുന്നു. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഇഞ്ചക്ഷൻ ഒക്കെ നമുക്ക് ലൈഫിൽ പല ടൈമിലും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തൈറോയിഡിനകത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യം. കാരണം എനിക്ക് ഇതിനു മുമ്പ് എനിക്കറിയാം, കാരണം എന്റെ അമ്മയ്ക്ക് തൈറോയിഡ് സർജറി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ കുട്ടിയായിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമായിരുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. എനിക്കിത് ഭയങ്കര പേടിയായിരുന്നു. കാരണം ബ്ലഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കോമൺ കാര്യമാണ്. നമുക്ക് ഒരുപാട് ബ്ലഡ് എടുത്തിട്ട് ബ്ലഡ് എടുക്കുമ്പോൾ വലിയ വേദനയൊന്നും എടുക്കത്തുമില്ല, അതിന് മൈന്യൂട്ടായിട്ടുള്ള വേദനയുള്ളൂ. പക്ഷെ ഇതെങ്ങനെയാന്നുള്ള കാര്യം അറിയില്ലല്ലോ. അപ്പൊ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ഇത് എങ്ങനെയാണ്, എനിക്ക് പേടിയാവണോ, ഇതിങ്ങനെ വേദന എടുക്കും. മമ്മി പറഞ്ഞു, ഒരു പേടിയും വിചാരിക്കേണ്ട, ഇതിന് ഒരു പ്രശ്നമില്ല, ഒട്ടും വേദനിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ ഒരു വല്യമ്മയ്ക്കും ഈയിടയ്ക്ക് തൈറോയ്ഡ് സർജറി എന്റെ സർജറിക്ക് ഒരു ഏകദേശം 1 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വല്യമ്മയും പറഞ്ഞു, ഒരു പ്രശ്നമില്ല, വേദന എടുക്കത്തേ ഇല്ല. എന്തൊക്കെയാണെങ്കിലും പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മമ്മിയൊക്കെ പറഞ്ഞാലോ ശരിയാണ്, വേദനയ്ക്കില്ല എന്ന വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ കുത്തിയെടുക്കുമല്ലേ എന്തെങ്കിലും വേദന, ഇത് തന്നെ ടെൻഷൻ. അത് കഴിഞ്ഞ് തൃശ്ശൂരിലെത്തി. ഒരു 3 days കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നു. എല്ലാ ദൈവങ്ങളെ മുഴുവനും പ്രാർത്ഥിച്ചിട്ടാണ് ചെന്നേക്കണം കേട്ടോ. ടെൻഷൻ. ചെന്നപ്പോ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ അവരുടെ തന്നെ മെഡിക്കൽ ടെസ്റ്റിന് തന്നെ ഒരു ബിൽഡിംഗ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇതിന്റെ സ്കാനിങ് മീൻസ് സ്കാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിന്റെ ഇഞ്ചെക്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അന്ന് ഡോക്ടർ ആനി പുളിക്കൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടപ്പോൾ നമുക്ക് അന്ന് സ്കാൻ ചെയ്തായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്തു. സ്കാനിങ് റിസൾട്ടിന്റെ ബേസിലാണ് മാം പറഞ്ഞത് എനിക്കൊരു സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇഞ്ചെക്ട് ചെയ്തെടുത്തിട്ടുണ്ടായില്ല, അതിന് 2 days കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്. അപ്പൊ അന്ന് അങ്ങനെ ചെന്നപ്പോ ദൈവങ്ങളെല്ലാവരെയും പ്രാർത്ഥിച്ചിട്ടാ ചെന്നേക്കണം. ഭയങ്കര ടെൻഷൻ കേട്ടോ. അവിടെ ചെന്നു, റേഡിയോളജിസ്റ്റിന്റെ റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ ദൈവത്തെ വിളിക്കാത്ത ദൈവങ്ങളില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിങ്ങനെ കുത്തിയെടുക്കുമ്പോ എന്തായിരിക്കും ഇത് തന്നെ ചിന്ത. എനിക്ക് സർജറിയോടൊക്കെ സത്യം അത്ര വലിയ പേടിയില്ല. കാരണം നമുക്ക് എന്താണെങ്കിലും നമ്മൾ അനസ്തേഷ്യ നമ്മൾ അറിയുന്നില്ല. അതേസമയം ഇതങ്ങനെയാണ്, അനസ്തേഷ്യ വരുന്നില്ലല്ലോ. ഇതൊക്കെയാണ് ആവശ്യമായിട്ട് ടെൻഷൻസ് തന്നെയായിരുന്നു. അവിടെ ചെന്നു,
ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ. ഒരു തലയാണ് നമ്മുടെ കഴുത്തിന്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ പൊക്കി വെക്കാൻ പറയും. മാലയൊക്കെ ഒരു മാറ്റിയിട്ടാണ് പറഞ്ഞ എൻ്റെ അടുത്ത് കിടക്കാൻ പറഞ്ഞു. കിടക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ സകല ദൈവങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇഞ്ചക്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു ഉറുമ്പ് കടിച്ച ആ വേദന എങ്ങനെയിരിക്കും. ആ സൂചിയാണല്ലോ എന്താണെങ്കിൽ നമ്മുടെ മേലെ കുത്തുന്നത്. ആ ഒരു കുത്തുമ്പോൾ ഒരു ഉറുമ്പ് കടിക്കുന്ന ഒരു വേദനയല്ലാതെ ഒരു തുള്ളി പോലും പെയിൻ ഉണ്ടായില്ല. അത് ഇതാ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാണ്ട് കുറെ പേടിച്ച ഒരു ഇതായിപ്പോയി. സത്യം പറഞ്ഞു ഞാൻ പേടിച്ചു ദൈവമേ, ഞാൻ എത്ര ദിവസം എത്ര നാളുകൾ സത്യം പറഞ്ഞ തൈറോയ്ഡ് സർജറിക്ക് പോവാത്തതിന് മെയിൻ കാര്യം ഇതായിരുന്നു. കുത്തിയെടുക്കൂലോ ഇത് തന്നെയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ എത്ര വച്ചുകൊണ്ടിരുന്നു ദൈവമേ, അത് എത്ര നാള് വെച്ചുകൊണ്ടിരുന്നു. ഈ ഒരു തുള്ളി പോലും വേദന ഇല്ലാത്തൊരു കാര്യത്തിനാണല്ലോ ഞാനിത് വെച്ചുകൊണ്ടിരുന്നത് എന്ന് തന്നെ എന്റെ മനസ്സിന് ഭയങ്കര സമാധാനമായി. കാരണം വേദന ഒന്നും എടുത്തില്ല. അപ്പൊ അത് ടെസ്റ്റിന് കൊടുത്തു. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യാൻ. ഞാൻ ഹാപ്പിയാണ്, കാരണം വെച്ചാൽ എനിക്ക് സമാധാനമായി. 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ചെന്നു, സർജനെ വീണ്ടും കണ്ടു, മാമിനെയും കണ്ടു. അപ്പൊ ഇങ്ങനെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ അഡ്മിറ്റ് ചെയ്യാം, മറ്റന്നാളത്തേക്ക് സർജറി ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് സർജറിക്ക് വേണ്ടിയുള്ള എല്ലാം ആയിട്ട് അങ്ങോട്ട് ചെന്നു ഹോസ്പിറ്റലിലേക്ക്. മമ്മീൻ്റെ ഡാഡി എല്ലാവരും വന്നു, ബ്രദറും വൈഫും കുഞ്ഞും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ വന്നാലും സർജറി അല്ലേ, ഒരു കുഞ്ഞു പേടിയില്ലാതിരിക്കും, മനുഷ്യനല്ലേ. അപ്പം ചെന്നു. നമ്മൾ അന്ന് ചെന്നപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് സ്കാനിങ് മാത്രം ഉണ്ടായുള്ളൂ. ജസ്റ്റ് സ്കാനിങ് അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അറിയാലോ, ചെന്ന് കയറി റൂമിലേക്ക് കയറി ബെഡിൽ കിടക്കേണ്ട താമസമുള്ളൂ. കയ്യിലൊരു വാച്ച് പോലത്തെ ഒരു സാധനം ഇട്ട് സിസ്റ്റർമാര് വരും. അത് നമ്മൾ ഇൻ പേഷ്യന്റ്, അതായത് സർജറി പേഷ്യന്റ് എന്നുള്ള അറിയാൻ വേണ്ടിയാണ് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഒരു വാച്ച് പോലെ എനിക്ക് തോന്നുന്നത്. അതുപോലത്തെ, അതായത് നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ OP നമ്പർ ഉണ്ടാവും, നമ്മൾ എന്ന് അഡ്മിറ്റ് ചെയ്തു മീൻസ് ഇന്നാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ഇന്നത്തെ ഡേറ്റ് അതുണ്ടാവും. അത് കൈ കെട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇനിയിപ്പോ സർജറി നമുക്കറിയാം, സർജറിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കയ്യിൽ കെട്ടിടുമ്പോഴേ നമ്മൾ അവിടുത്തെ ഒരു ഇൻ പേഷ്യന്റ് എന്നുള്ള ഇതായി. അപ്പൊ അവിടെ അങ്ങനെ കിടക്കുള്ളൂ ബെഡില്. ചെറിയൊരു സ്കാനിങ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ECG ഒക്കെ എടുത്തായിരുന്നു അന്ന് തന്നെ. പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് സർജറി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ്. അപ്പൊ അനസ്തീഷ്യ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഹസ്ബൻഡും കൂടി അനസ്തീഷ്യ ഡോക്ടറെ കണ്ടു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ നാളെ രാവിലെ 10 മണിക്കാണ് സർജറി. അപ്പൊ ഇന്ന് നൈറ്റ് 12 മണി തൊട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, ഭക്ഷണമൊന്നും കഴിക്കരുത്, വെള്ളവും കുടിക്കാൻ പാടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാം. നമ്മുടെ ഹൈറ്റ്, നമ്മുടെ വെയിറ്റ്, നമ്മുടെ ഏജ് കാര്യങ്ങളെല്ലാം അവര് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ സാർ എഴുതിയെടുത്തു. ഡോക്ടർ നമ്പ്യാരായിരുന്നു അനസ്തീഷ്യോളജിസ്റ്റ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു പറ്റില്ലാന്നേ ഉള്ളൂ. എന്തൊക്കെ വന്നാൽ നാളെ രാവിലെ സർജറി ആയിരുന്നു ഓർക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വലിയ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പത്തിന് സിസ്റ്റർമാരൊക്കെ വന്നു. അപ്പൊ നമുക്ക് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് അറിയാൻ പറ്റും, നമുക്കൊരു ടെസ്റ്റ് ഡോസ് ഉണ്ടാവും. അത് നമ്മുടെ ഈ ഒരു വാച്ച് പോലെ കെട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഇവിടെ ഒരു റൗണ്ട് ഒരു ഈ ഭാഗത്ത്, ഏകദേശം ഈ ഭാഗത്ത് നമുക്ക് തിയേറ്ററിൽ തരുന്ന ആ മെഡിസിൻസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. അത് എനിക്ക് ഇത്തിരി വേദന എടുത്തു കേട്ടോ. അത് നല്ലപോലെ ഒരു TTD ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു വേദനയില്ലേ, അങ്ങനത്തെ ഒരു വേദനയാണ് അതിന് ടെസ്റ്റ് ഡോസ്. എനിക്ക് ഈ ടെസ്റ്റ് ഡോസിന് ഇങ്ങനത്തെ ഒരു വേദനയുണ്ട്. അത് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ റൗണ്ട് മാർക്ക് ചെയ്ത് വെക്കും. കാരണം എന്തെങ്കിലും നമുക്ക് അലർജീസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് ആ മരുന്നിന്. കാരണം ആ മരുന്നാണല്ലോ നമുക്ക് തിയേറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ തരുന്നത്, അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ഇട്ടാണ്. അപ്പൊ അതിന് ഇത്തിരി വേദനത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഇഞ്ചക്ഷൻ ആണത്, പക്ഷെ സ്റ്റിൽ എനിക്ക് ഇത്തിരി വേദനിച്ചു. അപ്പൊ എനിക്ക് ഒരു സങ്കടം കരച്ചിലൊക്കെ വന്നു. കാരണം വെച്ചാല് നമ്മൾ സർജറി റൂമിലേക്ക് തിയേറ്ററിലേക്ക് പോകുകയാണല്ലോ, അപ്പൊ അതിന് മുമ്പ് ഇങ്ങനെ വേദനിച്ചപ്പോൾ എനിക്ക് സങ്കടമായി. കണ്ണൊക്കെ തുടച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഡ്രസ്സ് കൊണ്ടുവന്നു. അറിയാലോ, ഒരു ബ്ലൂ കളർ ഡ്രസ്സാണ്. അതിട്ടു. പിന്നെ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം, മാല കമ്മല് എന്ന് വേണ്ട സെക്കൻഡ് സ്റ്റിന്റ് വരെ നമുക്ക് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ആ ഡ്രസ്സ് ഇട്ടു, മുടിയൊക്കെ രണ്ടായിട്ട് പിന്നിട്ട് എന്താ പറയാ, ആ ഒരു സമയം അറിയാതെ നമ്മൾ എത്രയൊക്കെ ധൈര്യവും എത്രയൊക്കെ ഇതുണ്ടെങ്കിലും മനുഷ്യനാണോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പേടി തീർച്ചയായിട്ടും ഉണ്ടാവും. സർജറി എന്നുള്ളതിൽ നമുക്ക് പേടി ഉണ്ട്, വലിയ പേടിയല്ല, എന്നാലും ചെറിയൊരു ഭയം മനുഷ്യനാണല്ലോ ഉള്ളിലുണ്ടാവുമല്ലോ. ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്റെ ഫാമിലിയില് മമ്മിയും ഡാഡിയും ബ്രദർ, വൈഫ്, കുഞ്ഞ്, എന്റെ ഹസ്ബൻഡ്, മോള് എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ സങ്കടം വരില്ല, അത് എനിക്ക് സങ്കടമൊക്കെ വന്നു കേട്ടോ. പിന്നെ അപ്പൊ വീൽ ചെയർ കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ ഫയൽ എടുത്ത് നമ്മുടെ മടി വെച്ച് നമ്മളെ ഉന്തിക്കൊണ്ട് തിയേറ്ററിലേക്ക്, എന്റെ കൂടെ എന്റെ ഹസ്ബൻഡ് കൂടെ വന്നു കേട്ടോ. മോളും തിയേറ്ററിൽ, മമ്മിക്ക് ഭയങ്കര സങ്കടം, മമ്മി വരത്തില്ല അതുകൊണ്ട്. ഹസ്ബൻഡും മോളും കൂടി വന്നു. അവർക്കും ഭയങ്കര വിഷമം, എനിക്കും. പക്ഷെ ഞാൻ സങ്കടമൊന്നും കാണിച്ചില്ല കേട്ടോ. കാണിക്കുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര സങ്കടം, കരഞ്ഞൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര വിഷമം. അപ്പൊ ഞാനതുകൊണ്ട് കരയാനൊന്നും പോയില്ല. പക്ഷെ മനസ്സിന്റെ ഉള്ളിലൊരു നല്ല വിഷമവും പേടിയും എല്ലാം ഉണ്ട്.
അത് കഴിഞ്ഞിട്ട് തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞപ്പോ സിസ്റ്റർ നമ്മളെ കൊണ്ടുചെയ്യുന്ന സിസ്റ്റർ പോയി. എടുത്തൊന്ന് മാം ഇനിയിപ്പോ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പൊ പിന്നെ നമ്മൾ ഇനി ഹാൻഡ് ഓവർ ചെയ്തത് ഓപ്പറേഷൻ തിയേറ്ററിലെ സിസ്റ്റർമാർക്കാണ്. അവിടെ ചെന്നപ്പോൾ സ്ട്രെച്ചർ ഉണ്ട്, കയറി കിടക്കാൻ പറഞ്ഞു. സിസ്റ്ററിലേക്ക് കയറി കിടന്നു. തിയേറ്ററിന്റെ വാതയ്ക്ക് കൊണ്ട് എന്നെ ഇട്ടേക്കുവാണ്. അപ്പൊ ആ തിയേറ്ററിന് പ്രത്യേകിച്ച് മെഡിക്കൽ ട്രസ്റ്റ് തിയേറ്റർ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് അറിയാനോ, ഒരുപാട് സർജറീസ് മിനിറ്റുകൾക്കൊക്കെ മാറി 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 നടക്കുന്ന ഒരു സ്ഥലം. അത് ഭയങ്കര ഫേമസ് ഹോസ്പിറ്റലാണ്. പ്രത്യേകിച്ചും ആക്സിഡന്റ് കേസും ഒക്കെ. അയ്യോ, എനിക്ക് ഞാൻ നോക്കുമ്പോഴത്തേനും ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ് കൊണ്ടുപോകണു, കാലിന്റെ സർജറി കഴിഞ്ഞ് കൊണ്ടുപോകണു, ഇത് ആക്സിഡന്റിന്റെ ഇത് കൊണ്ടുപോകണു. എന്റെ ദൈവമേ, നമ്മുടെ മുമ്പിൽ കൂടിയാണ് ഇത്. എന്ന് വെച്ചാൽ ഞാൻ എന്നെ കൊണ്ട് നിർത്തിയേക്കണത് പ്രീ ഓപ്പറേറ്റീവ് റൂമിലാണ്. മീൻസ് സർജറി ഓപ്പറേഷൻ തിയേറ്ററിന്റെ റൂമിലേക്ക് കയറി തൊട്ട് മുമ്പിലാണ്. അപ്പൊ നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത വ്യക്തികളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോ ഭയങ്കര ഒരു വല്ലാത്തൊരു ടെൻഷൻ. അപ്പം ഡോക്ടേഴ്സ് വന്നു. എനിക്ക് ആരാന്ന് മനസ്സിലാവണില്ല കേട്ടോ. എല്ലാവരും മാസ്ക് ഒക്കെ വെച്ച് കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവണം എങ്ങനെ ഇത് ആരാണ്. അപ്പൊ ഞാൻ കണ്ടത് ഡോക്ടർ ആന്റണി ആണ്, കാർഡിയോവാസ്കുലർ സർജൻ ആണ് എന്റെ സർജൻ. അപ്പം എനിക്കിത് ഡോക്ടറുകളോട് മനസ്സിലാവണില്ല. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ജൂനിയേഴ്സ് ആയിരിക്കാം. പക്ഷെ ഇത് ആരാണ്, അവരിത് ഞാൻ കണ്ടിട്ടുകൂടി ഇല്ല കേട്ടോ. ആനി മാം തിയേറ്ററിനകത്ത് വന്നില്ല, സർജനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു തിയേറ്റർ റെഡിയാണ് ഡോക്ടർ തോന്നുന്നു. അപ്പൊ തന്നെ നെഞ്ചൊക്കെ ഒന്ന് കാളിയില്ല, വേഗം കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ സകല ദൈവത്തെയും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോയി. കയറിയപ്പോഴത്തേനും ഡോക്ടർ എടുത്ത് പറഞ്ഞു പേടിയുണ്ടോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ചെറുതായിട്ട്. സത്യം, നമ്മൾ ആ സമയം സത്യം പറയും കേട്ടോ. എനിക്ക് പേടിയൊന്നും ഇല്ല, അതൊന്നും പറയാനൊന്നും ആർക്കും പറ്റുമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചെറുതായിട്ട്, ഒന്നും പേടിക്കണ്ട, ചെറിയൊരു സർജറി, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ നാളായിട്ട് അനസ്തേഷ്യ, പണ്ടൊക്കെ അനസ്തേഷ്യൊക്കെ കയ്യിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത്, ഇപ്പൊ ട്രിപ്പിലാണ് കേട്ടോ. നമുക്ക് ഓൾറെഡി അത് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആസ്ഥാനമായ കാന്യൂൾ ഉണ്ടല്ലോ, എന്റെ ദൈവം എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഈ ഭാഗത്ത് കാന്യൂൾ ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഈ കാന്യൂള് ട്രിപ്പിലേക്ക് ഇട്ടേക്കണം. അപ്പൊ ഈ ട്രിപ്പ് അങ്ങനെയാണ് നമ്മൾ തിയേറ്ററിലേക്ക് ഈ കാന്യൂളും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു മരുന്ന് ഇങ്ങനെ നമ്മുടെ ബെഡിന്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിടണം, ഗ്ലൂക്കോസ് കുപ്പിയെ തൂക്കിയിടണം. അത് നമ്മുടെ ഈ കാന്യൂളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നമ്മൾ അവിടെ കിടത്തും തിയേറ്ററിനകത്ത്. അപ്പോ ഇപ്പൊ അനസ്തീഷ്യ കൊടുക്കണമെങ്കിൽ ആ ഒരു ബോട്ടിൽ തൂക്കിയിട്ടുണ്ടാവുമല്ലോ, എനിക്ക് തോന്നുന്നത് എന്തോ മരുന്നാണോ എന്തോ എനിക്കറിയത്തില്ല. ആ മരുന്നിലേക്കാണ് അനസ്തീഷ്യ ഇഞ്ചെക്ട് ചെയ്യുന്നത്, നമ്മുടെ നേരെ നമ്മുടെ ദേഹത്തേക്ക് അല്ല. മതിയല്ലോ, ഇതിൽ കൂടിയാണോ നമ്മുടെ ഞരമ്പിലേക്ക് കയറുന്നത്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്, ഇപ്പൊ എവിടെ താമസിക്കുന്നത്, കുറച്ച് വിശേഷങ്ങളൊക്കെ ഡോക്ടറിനോട് ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് ആൻസർ പറഞ്ഞു. അപ്പം അനസ്തീഷ്യ വന്നേക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ പറയാ, എന്റെ സകല ദൈവങ്ങളെ മനസ്സിലിങ്ങനെ ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എന്നു. എന്തായാലും തിയേറ്ററിലെത്തി, ഇനിയിപ്പൊ സർജറി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നു. അപ്പൊ ഡോക്ടർ അതിനകത്തേക്കാണ് ഇഞ്ചെക്ട് ചെയ്തത്. ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് എന്ന് തോന്നുന്നു. ഞാനൊന്നും കഴിച്ചിട്ടൊന്നും ഇപ്പം അന്ന് തലേദിവസം 12 മിനിറ്റ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ട്രിപ്പാണത്. അതിനകത്തേക്ക് ഈ അനസ്തേഷ്യ അതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അനസ്തേഷ്യ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുവാണെ, അപ്പൊ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് ഇങ്ങനെ അതിക്കൂടി ഇങ്ങനെ വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3ാമത്തെ ഡ്രോപ്പ് കണ്ടു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഒന്നും ഓർക്കില്ല, കാരണം ആ 3ാമത്തെ 2 ഡ്രോപ്പും എന്റെ വെയിനിലേക്ക് കയറി കഴിഞ്ഞു. അനസ്തേഷ്യ ഉള്ള പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലാണ്. എന്നെ എല്ലാവരും കൂടി കൂട്ടി സന്ധ്യ 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 ഇങ്ങനെ വിളിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഒരു ഉറക്കത്തിൽ നിന്ന് നമ്മള് അറിയണേ ഇല്ല, ഉറങ്ങുക. നമ്മളിങ്ങനെ ഒരു സമയം എണീക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊട്ടി വിളിക്കുമ്പോൾ നമ്മൾ നെറ്റൊന്നും എണീക്കില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേനും നെറ്റൊക്കെ ഇട്ട് കൊതുകുവല പോലെയൊക്കെ ഇട്ടേക്കുന്ന ഒരു റൂം. ഇതേത് റൂം? അപ്പൊ ഞാൻ അന്ന് ഞാൻ എണീറ്റു. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്നു ഇതേത് റൂം ഞാൻ ചോദിച്ചു. അപ്പം സിസ്റ്റർമാർ എടുത്തത് ഇത് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമാ, സർജറി ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചത് ഇത് ഏത് റൂമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു, എനിക്ക് സൗണ്ട് ഉണ്ടല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർ കേട്ടോ, അത് ഞാൻ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുവാണ്, ഈ ഒരു തൈറോയ്ഡ് സർജറിക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും, സ്വന്തക്കാരോ അതോ റിലേറ്റീവ്സോ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അവരോട് പറയണം, ഒരു പ്രശ്നവും സൗണ്ടിന്റെ കാര്യത്തിൽ ഇല്ല, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അത് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. നമ്മൾ പല ദിക്കിന്നും കേട്ടറിവും, അതുപോലെ പല ന്യൂസ് കണ്ടറിവും, അതുപോലെ പല ദിക്കിന്നും വായിച്ചറിവും ഒക്കെയാണ് ചിലപ്പോ തൈറോയ്ഡ് സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ സൗണ്ട് പോകും എന്നൊക്കെ. ഇതൊക്കെ വെറുതെ, എനിക്ക് തോന്നുന്നു വെറുതെ പറയുന്ന കാര്യങ്ങൾ അല്ലാതെ ഒരു സത്യവും ഇതിനകത്തില്ല. സൗണ്ടിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് ഗ്യാരണ്ടിയാണ്. അപ്പൊ എനിക്കിങ്ങനെ പലരും പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് ഇത് ഏത് റൂമാ വെച്ചപ്പോഴാണ് പെട്ടെന്ന് എന്റെ ബ്രെയിനിലേക്ക് വന്നത്, എനിക്ക് സൗണ്ട് ഉണ്ടല്ലോ, എന്റെ സൗണ്ട്
ഞാൻ മനസ്സിലായത് ഒരു പ്രശ്നമില്ല, എനിക്ക് വേദനയാവട്ടെ ഒന്നുമില്ല. പക്ഷെ കഴുത്തിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വലിയൊരു ബാൻഡേജ് ആയിട്ട് മൊത്തത്തിൽ കെട്ടി നിർത്തിയേക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങരുതെന്നുള്ളതിലാണ് അവരെ കെട്ടി നിർത്തിയേക്കുന്നത്. കാരണം സർജറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എനിക്ക് ചിരി വന്നതല്ല അങ്ങനെ. അപ്പൊ എനിക്ക് കഴുത്ത് അനക്കാൻ കൂടി വയ്യ. അപ്പൊ ഞാനിങ്ങനെ സൗണ്ട് എനിക്ക് ഭയങ്കര സമാധാനമായി. അപ്പൊ ഞാനത് പ്രത്യേകം എടുത്ത് പറയണം, സൗണ്ടിനൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ധൈര്യമായിട്ട് സർജറിക്ക് പോയിക്കോ. ആവശ്യമില്ലാത്ത ഓരോ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെക്കേ ചെയ്യരുത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ലിക്വിഡ് വെള്ളം കുടിക്കാൻ തന്നു. അപ്പൊ എനിക്ക് എന്തോ കരിക്കും വെള്ളം കണ്ടാണ്. എന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലാണ് കേട്ടോ. കരിക്കും വെള്ളം കുടിച്ചപ്പോഴത്തേനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇറക്കാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്കിത് ബണ്ണ് തന്നു. എന്നുവെച്ചാൽ അപ്പൊ എനിക്ക് തോന്നുന്നു സർജറി ഒരു 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. എന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിൽ കൊണ്ടപ്പോ 2 മണി. എന്റെ സർജറി 10 മണിക്കായിരുന്നു, 10-10:30 കാണാൻ 2:30 എത്തിയപ്പോ ഏകദേശം 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വിശപ്പോ എന്തൊക്കെയോ. ഏറ്റവും കൂടുതൽ സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാൻ തോന്നുന്നത് കട്ടൻ ചായയും ബണ്ണുമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ് കട്ടൻ ചായയും ബണ്ണിന്. ശരിയല്ലേ? ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കട്ടൻ ചായയും ബണ്ണിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കട്ടൻ ചായയും ബണ്ണ്, പക്ഷെ ബണ്ണ് ഇറക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്. ഞാൻ ഇത്തിരി കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇറക്കിയപ്പോ എനിക്ക് വേദന എടുത്ത് തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇറക്കാൻ പറ്റില്ല. എന്റെ ഭയങ്കര പുകച്ചതെന്നല്ല, മുറിഞ്ഞാണല്ലോ, എന്തായാലും ആ ഫുഡ് പൈപ്പിൽ കൂടി പോകുമ്പോൾ നമുക്ക് ആ ഭാഗമല്ലേ സർജറി ചെയ്ത്, അപ്പൊ ഒരു വേദന ഉണ്ടാവും. അപ്പൊ അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വേദനയില്ല. വെറുതെ നമ്മൾ ഒന്നും കഴിക്കാതിരുന്നാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും ഇറക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഒരു വേദനയും വേറെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ സിസ്റ്റർ പറഞ്ഞത് കുറച്ച് സമയം എടുക്കും, സർജറി കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പിന്നെ കഴിച്ചില്ല, കാരണം എനിക്ക് ഇറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറിയൊരു പീസ് തന്നെ കഷ്ടപ്പെട്ട് ഇറക്കിയത്. പിന്നെ ഞാൻ കഴിച്ചില്ല. ഞാൻ ആ കരിക്കും വെള്ളം കുടിച്ചിട്ട് കിടന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഡോക്ടറെ കാണാൻ വന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സർജറിയൊക്കെ ഒരു കുഴപ്പം ഉണ്ടായില്ല. വേദന ഉണ്ടോ ചോദിച്ചു. പക്ഷെ എനിക്ക് വേദനയില്ല. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ വേദനയില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ നമ്മള് തുപ്പലിറക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തുപ്പലിറക്കുമ്പോൾ എനിക്ക് ഇത്തിരി വേദന ഉണ്ട്. അപ്പൊ അതെന്തായാലും ഇന്ന് ഒരു ദിവസം ഉണ്ടാവും, നാളത്തേക്ക് ഓക്കെ ആവും. അപ്പൊ നാളെയും കൂടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിൽ 4 ബെഡ് ഉണ്ട്. അത് ഈ കാർഡിയോവാസ്കുലർ ആ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഞാനുണ്ട്, എന്റെ അപ്പുറത്ത് എല്ലാ റൂമിലും പേഷ്യൻസ് ആണ് കേട്ടോ. അതായത് ഇന്നലെ ഇതുപോലെ തൈറോയ്ഡ് സർജറി കഴിഞ്ഞവര്, മിനിങ്ങാന്ന് എന്തെങ്കിലും ഹാർട്ടിന്റെ ചെറിയ രീതിയിലുള്ള സർജറീസ് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ 2 ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാവരും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അടുത്ത ആൾക്കാർ വരും. ഇതിങ്ങനെ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു നാളെ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കുക, അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഡോക്ടർ പോയി. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് എനിക്ക് ഈ കഴുത്തിന് സാധനം ഒന്ന് മാറ്റിയാൽ മതി, കാരണം ഭയങ്കര ബുദ്ധിമുട്ട്, ഇങ്ങനെ നമുക്ക് അനങ്ങാൻ പറ്റാതെ കിടക്കുക. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് പറഞ്ഞു കഴുത്തിന് അത് മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചാണ് ഇത്രയും ഭാഗം. എനിക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ സർജറി, ഇത്രയും ഭാഗത്ത് സ്റ്റിച്ചാണ്. മീൻസ് ഇങ്ങനെ സ്റ്റിച്ച് എന്ന് വെച്ചാൽ ഒട്ടിച്ചു വെച്ചേക്കോ. എനിക്കറിയുന്നില്ല അകത്ത് എന്തോരം മുറിവുണ്ടെന്ന്. വലിയ ബാൻഡേജാണ് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ആ കഴുത്തിന്റെ മൊത്തമാണ് അത് മാറ്റി. ഇപ്പൊ ഇങ്ങനെ മുറിഞ്ഞ് ഇത്ര ഇങ്ങനെ. അപ്പൊ എന്റെ വിചാരം വലിയ മുറിവാണ് അകത്തെന്നാ വിചാരം. ഇത് ഓപ്പൺ സർജറി ആണ് കേട്ടോ, ലാപ്രോസ്കോപ്പി അല്ല. തൈറോയ്ഡ് ലാപ്രോസ്കോപ്പി അല്ല കേട്ടോ, ഓപ്പൺ സർജറിയാണ്. അപ്പൊ എന്റെ വിചാരം ഇത്രയും മുറിച്ച് എന്റെ കഴുത്ത് എന്നാണ് എന്റെ ചിന്ത മുഴുവൻ. ഇത് കാണുന്നില്ലല്ലോ. അപ്പം പിറ്റേ ദിവസം അത് രാവിലെ അത് റിമൂവ് ചെയ്തു. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ ഞാൻ ഇത്രയും വലിയ മുറിവാണല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അത് മുറിവ് കാണുന്നില്ലല്ലോ. ഇതിന്റെ അകത്തൂടെ ഒരു പൈപ്പ് പോലെ ഒരു എന്താ പറയാ, ഒരു പൈപ്പ് പോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പൈപ്പ് പോലെ വെള്ള കളർ ഉണ്ട്. അതിന്റെ ഒരു നമ്മുടെ കയ്യില് ഒരു റൗണ്ട് പോലത്തെ ഒരു പാത്രമുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ ഇതിനകത്തുനിന്ന് ചില കുറെ സർജറി ടൈമിൽ കുറെ ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ബാക്കി വന്ന ചീത്ത ബ്ലഡും അതിനകത്തുള്ള കുറച്ച് ഈ പറഞ്ഞ പോലെ സർജറി ചെയ്യുന്ന സമയത്തുള്ള കുറെ ലിക്വിഡ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഡിസ്ചാർജ് ആയി പോകാനുള്ളതാണ് ഈ ട്യൂബ് പോലെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഇട്ടേക്കണം. മുറിവിൽ നിന്നാണ് ഈ ട്യൂബ് ഇട്ടേക്കണത്. നമ്മുടെ കയ്യിലെ പാത്രവും തന്നിട്ടുണ്ട്. പാത്രം എന്ന് വെച്ചാൽ ഈ ട്യൂബ് വന്ന് കയറുന്നത് ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലല്ല, അത് റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്രം, അതിനകത്തേക്കാണ്. അപ്പൊ ഞാനിങ്ങനെ അനങ്ങുമൊക്കെ ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് ഒന്നും അല്ല, സർജറി കഴിഞ്ഞപ്പോ എല്ലാ ബാക്കിയുള്ള ലിക്വിഡും ഇതൊക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ ഇതിനകത്തേക്ക് ഇങ്ങനെ നമുക്കപ്പോ കാണാം. ഈ കുഴലിൽ കൂടി ഇങ്ങനെ വെള്ളയാണല്ലോ ട്യൂബ്, ഇങ്ങനെ വന്ന് ഇതിനകത്തൊന്ന് വീഴണ കാണാം. അപ്പൊ അത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ സൈഡിൽ ഇതുണ്ട് അങ്ങനെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നോക്കട്ടെ 2 ദിവസം കഴിയുമ്പോൾ ഇത് മാറ്റാൻ, ഫുൾ ഡിസ്ചാർജും പോകണം, അതിനകത്ത് കെട്ടിക്കിടക്കരുത്, അതുകൊണ്ടാണ് അത് ഇട്ടേക്കണത്. എനിക്ക് മമ്മിയുടെ സർജറിക്ക് ഇത് ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം ഒരു കണക്കിനോടെ പിടിച്ചു നിന്നു. എനിക്കാണെങ്കിൽ റൂമിലേക്ക് ഒന്ന് പോയാൽ മതി, എല്ലാവരും ഒന്ന് കണ്ടാൽ മതി എന്നാണ് ഞാൻ ഇരിക്കണം. പക്ഷെ 2 ദിവസം അവിടെ കിടക്കേണ്ടത്. പക്ഷെ നല്ലൊരു എന്താ പറയുക കെയർ ആണ് കേട്ടോ. 2 days നമ്മൾ ഒബ്സർവേഷനിലൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ വളരെ കെയറിംഗ് ആണ് ഹോസ്പിറ്റല്. മെഡിക്കൽ ട്രസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം, എക്സലന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം.
അപ്പൊ അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കാത്തിരിക്കുക രാവിലെ പോകാനോ. അപ്പൊ ഇത് അപ്പോഴും കഴുത്തിലുണ്ട് കേട്ടോ. എന്നിട്ട് എന്നെ പക്ഷെ പിറ്റേ ദിവസം രാവിലെ ബ്രഷ് ചെയ്യാനും ഒക്കെ അവര് എന്നെ എണീപ്പിച്ചു. എനിക്ക് എണീക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എനിക്ക് കഴുത്തിന് ഇവിടെ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. നമ്മുടെ കൈക്കോ വയറിനോ കാലിനോ പ്രശ്നമൊന്നും നമുക്ക് നടക്കാലോ. ഞാൻ പോയി വാഷ്റൂമിലൊക്കെ പോയി ബ്രഷ് ഒക്കെ ചെയ്തു ഒക്കെ കഴിഞ്ഞ് വന്നു. രാവിലെ എനിക്ക് ഇഡലി പേടിയാ കഴിക്കാൻ. കാരണം ഇഡലിയും ദോശയൊക്കെ എനിക്ക് ചെറിയ വേദന. പക്ഷെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇഡലി കഴിച്ചപ്പോ എനിക്ക് വേദന കുറവുണ്ട്. തലേദിവസം സർജറി കഴിഞ്ഞ ദിവസം എനിക്ക് ബണ്ണ് ഇറക്കുമ്പോ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അസഹനീയെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്, എന്നാലും വേദന ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോ വേദന കുറഞ്ഞു. കാരണം എനിക്കിങ്ങനെ പെയിൻ കില്ലേഴ്സും മെഡിസിൻസും ഒക്കെ ട്രിപ്പിൽ കൂടി തന്നുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ പിന്നെ ഒരുപാട് ട്രിപ്സ് ഉണ്ടായിരുന്നു, മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും വേദന കുറഞ്ഞു. എനിക്ക് ഒരു ഇഡലി കഴിക്കാൻ പറ്റി. അപ്പോഴും ചെറിയ വേദനയുണ്ട്, എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേനും ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല, കരിക്കും വെള്ളം എന്താ കുടിച്ചുള്ളൂ. വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് വേദന നന്നായിട്ട് മാറി തുടങ്ങി. അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ ഷിഫ്റ്റ് ചെയ്യാൻ. അനസ്തീഷ്യ ഡോക്ടറും വന്നു, മെയിൻ ഡോക്ടറും വന്നു, ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കം കത്തിക്കാം, റൂമിലേക്ക് പോകാനോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റൂമിലേക്ക് ഇന്നപ്പോ എല്ലാവരും എന്നെ കാത്തിരിക്കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാരെയും കണ്ടപ്പോ. മോളൊക്കെ ഒരുപാട് ഒക്കെ ഭയങ്കര സങ്കടമായിട്ട്, ഭയങ്കര സങ്കടം തോന്നി കണ്ടപ്പോ. ഹസ്ബൻഡ്, അമ്മ, ഡാഡി എല്ലാരും, ബ്രദർ എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ റെസ്റ്റ് ചെയ്തു. എന്റെ അടുത്ത് സൗണ്ടിന് യാതൊരു റെസ്റ്റോ ഒന്നും പറഞ്ഞില്ല. ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ട് കൂടിയില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ വെറുതെ കേട്ടറിവാണ് സൗണ്ടിന്റെ കാര്യം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, അതൊന്നും ഒരു പ്രശ്നമില്ല. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ ചിന്തകളാണ് അതെല്ലാം. അത് ഒരു പ്രശ്നമില്ല. ഒരു സൗണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യണം, കുറച്ച് നാൾ മിണ്ടാതിരിക്കണം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. പിന്നെയും ജസ്റ്റ് 2 വീക്സ് ഞാനാണ് റെസ്റ്റ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞു. ഒരു 3 ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേ ഞാൻ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തപ്പോ ഈ ഒരു ഇത് അപ്പോഴാണ് മാറ്റിയത് കേട്ടോ. ആ 3 ദിവസവും മീൻസ് പോസ്റ്റ് ഓപ്പറേറ്റീവ് റൂമിലുള്ള 2 ദിവസവും റൂമിലേക്ക് വന്നിട്ടുള്ള 3 ദിവസവും മൊത്തം 5 ഡേയ്സ് ഈ ഡിസ്ചാർജ് ബോക്സ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. മീൻസ് ഇത് കണക്ട് ചെയ്തേക്കോണം. അപ്പൊ ഇത് പോർന്ന ദിവസം ഇത് ഊരിയപ്പോഴല്ലേ മനസ്സിലായത് എനിക്ക് ചെറിയ മുറിവാണ് കേട്ടോ. ചെറുതാണ് സർജറി മുറിവ്. പക്ഷെ ഇത്രയും വലിയ ബാൻഡേഡ് ഒടിച്ചപ്പോ എന്റെ വിചാരിച്ചത് മുഴുവൻ മുറിവാണ്. അല്ല കേട്ടോ. ഇതാ നോക്കൂ, കാണാൻ പറ്റുന്നോന്ന് അറിയില്ല, കണ്ടോ. ഇതാണ്. അതിപ്പോ നന്നായിട്ട് വ്യത്യാസമായി. കാരണം ഇപ്പൊ ഒരു 1.5 വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പം നാൾക്ക് നാളെ പോകുന്തോറും ആ മുറിവ് അങ്ങോട്ട് സ്കിൻ ഇങ്ങനെ വലിയും തോറും അത് അങ്ങോട്ട് പോയിക്കോളും എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നല്ല മുറിവ് ഇങ്ങനെ എടുത്തറിയുമായിരുന്നു 1.5 വർഷം മുമ്പ്. ഇപ്പൊ തന്നെ നല്ല വ്യത്യാസമായി. അങ്ങനെ ആ സമയം അപ്പൊ പോണെങ്കിൽ സ്റ്റിച്ച് അയക്കണം. സ്റ്റിച്ചൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കത്രിക വെച്ചിട്ട് അവര് ചെറിയൊരു നൂല് പോലെ മുകളിലേക്ക് ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്യുമ്പോ ഇത് ചെറിയതല്ലേ, ഇത് കൂടി ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങനെ എടുക്കുമ്പോ നൂല് അങ്ങോട്ട് പോകും. വലിയ പണ്ടത്തെ പോലെ വലിയ സ്റ്റിച്ച് അയക്കില്ല, അങ്ങനെയൊന്നും ഇല്ല. അതും കഴിഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. ആ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങള് ആ സമയത്ത് മോക്ക് ക്ലാസ് തുടങ്ങിയായിരുന്നു. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ തൃശ്ശൂർക്ക് തന്നെ ഇങ്ങോട്ട് പോന്നു. ഡിസ്ചാർജ് ചെയ്തു, പതുക്കെ വണ്ടിയിൽ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 2 വീക്സ് ഞങ്ങളായിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് 2 വീക്സ് നന്നായിട്ട് റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് റെസ്റ്റ് ചെയ്യിപ്പിച്ച, അല്ലാതെ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇത് വീഡിയോ കാണുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുവാണ്, തൈറോയിഡിന്റെ പ്രശ്നം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇരിക്കരുത്. അത് എന്താണെങ്കിലും ഒന്ന് ഡോക്ടറെ ഒന്ന് കാണുക. ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും സർജറി വേണോന്ന്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ തൈറോയിഡിനും സർജറി വേണ്ട. ഇപ്പൊ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സിനൊക്കെ കുറെ പേർക്ക് തൈറോയിഡ് ഉണ്ട്, പക്ഷെ അവർക്കൊന്നും സർജറി വേണ്ട. കാരണം അവർക്ക് ബ്ലഡിൽ തൈറോയിഡ് ഉണ്ടെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതി, സർജറിയുടെ ആവശ്യമില്ല. ഇനി ബ്ലഡിൽ ഇല്ലെങ്കിൽ നമുക്ക് സർജറി ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ സർജറി ആണെങ്കിൽ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. ഒരു പെയിനും നിങ്ങൾ വിചാരിക്കരുത്. ആകെ ആ സർജറി കഴിഞ്ഞ ശേഷം നമ്മൾ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തൊണ്ടയിൽ നിന്നെടുക്കുമ്പോൾ ഭയങ്കര തൊണ്ടവേദന ഉള്ളപ്പോൾ നമ്മള് എന്തെങ്കിലും കഴിച്ച എന്തായിരിക്കും, നമുക്ക് ഇറക്കുമ്പോൾ ഒരു വേദനയില്ല, അതേ ഉള്ളൂ, അല്ലാതെ ഒരു വേദനയില്ല. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് വേദനയുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്ന് കുറയും, പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ കുറെ കുറയും, അതിന്റെ പിറ്റേ ദിവസം ആകുമ്പോൾ വേദന അങ്ങോട്ട് പോകും. അല്ലാതെ ഇതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സർജറി ചെയ്യാം, ഞാൻ അതിനൊരു ഗ്യാരണ്ടി തരുവാണ്. പിന്നെ സൗണ്ടിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പൊ എന്റെ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞതാണ്, ഒരു പ്രശ്നവും സൗണ്ടിനില്ല. എന്റെ വെല്ലുമ്മയ്ക്ക് സർജറി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും സൗണ്ടിനില്ല. ഇവൻ ഞാൻ തന്നെ ഒരു ഉത്തമ ഉദാഹരണം. കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പ് സർജറി ഒരു കുഴപ്പം, എന്റെ സൗണ്ടിന് ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ, പലർക്കും തെറ്റിദ്ധാരണകളാണ്. അങ്ങനെ സൗണ്ട് പോവും, പലരും പറയും. എന്റെ അടുത്ത് തന്നെ സർജറിക്ക് പറഞ്ഞപ്പോ ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ കുറെ പേർക്ക് സൗണ്ട് പോയി.
അത് വെറുതെ അത് അറിവില്ലായ്മ, അവർക്ക് അറിയാത്തോണ്ട് പറയണതാണ്. അവരും ഈ പറഞ്ഞ കേട്ടറിവില്ല, അവർക്ക് അനുഭവിച്ചറിവല്ലല്ലോ. അപ്പൊ സർജറി ചെയ്ത് സൗണ്ട് പോയി അനുഭവിച്ചറിഞ്ഞവർ ആരും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ല, സൗണ്ടിന് ഒരു പ്രശ്നം സംഭവിക്കില്ല. ധൈര്യമായിട്ട് സർജറി ചെയ്യാ, വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഇപ്പൊ ഞാൻ തന്നെ ഈ 4 വർഷം വെച്ചുകൊണ്ടിരുന്ന ആവശ്യമായിട്ട് കുറെ, എനിക്ക് ശ്വാസം മുട്ടില്ല, എനിക്ക് തൊണ്ടയിൽ നിറക്കാൻ എന്തോ ഒരു സമയം തങ്ങി നിൽക്കുന്ന ഫീലിംഗ് എന്തോരം ഞാൻ അനുഭവിച്ചു. അതെന്തിനത് ചെയ്യുന്നതെന്ന് ഞാൻ പിന്നീട് ആലോചിക്കുകയാണ്. എന്തിനു വെച്ചുകൊണ്ടിരുന്നു, എന്താണെങ്കിൽ ലാസ്റ്റ് പോയി സർജറി ചെയ്യേണ്ടതെന്ന്. ഇത്രയും നിസ്സാര സർജറി ആണെന്ന് പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിക്കുക, ഇത്ര നിസ്സാര സർജറി ആയിരുന്നല്ലോ, ഞാൻ വെറുതെ വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ ആ കുത്തി എടുക്കുമ്പോഴുള്ള വേദന, അതിന് ഒരു വേദനയില്ല. നമ്മൾക്കൊരു ബ്ലഡ് എടുക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ബ്ലഡ് എടുക്കണമെങ്കിൽ സൂചി കുത്തണമല്ലോ, ആ കുത്തുമ്പോഴുള്ള ആ ഒരു വേദന, അതിപ്പോ ബ്ലഡ് എടുക്കുമ്പോഴുണ്ടാവും, എന്താണ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴുണ്ടാവും, അതേ ഉള്ളൂ ഇത്. അല്ലാതെ അത് ഇങ്ങോട്ട് ഇങ്ങനെ എന്താ പറയാ ഇഞ്ചക്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കും, ഒരു വേദനയില്ല, അതിനും ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എന്റെ ഈ വീഡിയോ എന്തെങ്കിലും ഒരു പ്രയോജനം ഇത് കാണുന്ന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ആരും ദൈവത്തെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താ, ഇതാണ് എന്റെ മെഡിസിൻസ്. നമ്മള് തൈറോക്സിൻ ആണ്, എനിക്ക് 100 mg ആണ് ആദ്യം തന്നത്. ഇന്ന് നമ്മൾ ഇനി ഡെയിലി കഴിക്കണം കേട്ടോ. എല്ലാ ദിവസവും രാവിലെ നേരം വെളുക്കുമ്പോൾ ഈ മരുന്ന് കഴിച്ചിട്ടാണ് ദിവസം തുടങ്ങുന്നത്. എന്റെ ഗുഡ് മോർണിംഗ് മരുന്നാന്ന് തന്നെ പറയാം. കാരണം നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ മിനിമം ഒരു തൈറോയ്ഡ് നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്ത് മാറ്റിയുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പകരമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് മിനിമം തൈറോയ്ഡ് സപ്ലൈ ചെയ്യണമല്ലോ, അതാണിത്. അപ്പൊ എനിക്ക് എല്ലാ ദിവസവും 100 mg ആണ് രാവിലെ കഴിക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോ 1.5 വർഷം പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോൾ നമ്മൾ ചെക്കിങ്ങിന് പോകണം, നമ്മുടെ ചെക്കപ്പിന് പോവുക. ഈ പറഞ്ഞ പോലെ സോറി, നമ്മുടെ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടാൽ മതി, സർജറി ഒന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡോക്ടർ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ചെല്ലുക, അത്ര അല്ലെങ്കിൽ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അറിയാൻ പറ്റും എന്തോരം നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം എനിക്ക് 100 mg ആണ് തന്നത്, അത് ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്രാവശ്യം ചിലപ്പോൾ ഇത്തിരി കൂടി കുറവുണ്ട്, അപ്പോൾ എനിക്ക് 125 ആക്കി. അപ്പോൾ ആഴ്ചയിൽ ശനിയും ഞായറും 125, ബാക്കി എല്ലാ ദിവസം 100. ഇതാണ് ആ മരുന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു തൈറോയ്ഡ് സർജറി കഴിഞ്ഞ് എല്ലാവരും കഴിക്കുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കും ഇത്. ലൈഫ് ലോങ് കഴിക്കേണ്ടതാണ്. ഒരു പ്രശ്നത്തിന് മരുന്ന്, ഒരു പാവം മരുന്ന്. കാരണം ചില മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ ചീത്ത ചൊവ്വാതെ, ഇതൊന്നുമില്ല, ഒരു വികാരത്തിന് മരുന്നെന്ന് കേട്ടിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. രാവിലെ നേരം വെളുക്കുമ്പം സുഖമായിട്ട് കഴിക്കും. അതാണ് എന്റെ തൈറോയ്ഡ് സ്റ്റോറി. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഹാപ്പി ആയിട്ട് തൊണ്ടയ്ക്ക് ഒരു പാടൊക്കെ മാറി. കണ്ടോ, ഈ ഒരു ചെറിയൊരു ഇതുണ്ട്. ആ സമയത്ത് കുറച്ച് വലിയ പാട്, മീൻസ് ഇതിന്റെ തടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, അതൊക്കെ ഈ പറഞ്ഞ ദിവസങ്ങൾ ചെല്ലുന്തോറും അതിങ്ങനെ സ്കിൻ വലിയുമ്പോ പാടൊക്കെ മാറും. അപ്പൊ നന്നായിട്ട് മതി. ഇപ്പൊ അറിയുന്നു, ഞാൻ പറഞ്ഞപ്പോഴല്ലേ ഇപ്പൊ എല്ലാവരും അറിഞ്ഞത് ഇല്ലേ. അപ്പൊ ഇതാണ് എന്റെ തൈറോയ്ഡ് സ്റ്റോറി. അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ ആരും വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. എന്ത് അസുഖമാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണുക. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിലൊരു ഒരു സ്വാഭാവികമായ രീതിയാണ്, എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നീട് അവരുടെ വെച്ചുകൊണ്ടിരുന്നു അവസാനം എന്താണെങ്കിലും ഡോക്ടറെ കാണണം. അപ്പൊ അത് എത്ര നേരത്തെ കണ്ടാൽ വളരെ നല്ല കാര്യം. അപ്പൊ ഞാനും അതൊരു പാഠമായി തന്നെ പഠിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരിലേക്കും ആ ഒരു ഇത് പറയുവാണ്. അപ്പൊ പ്ലീസ് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഒന്നും സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കാത്ത സിറ്റുവേഷനിലേക്ക് വരുത്താതിരിക്കുക. അപ്പൊ ഇതാണ് എന്റെ തൈറോയ്ഡ് സർജറി എക്സ്പീരിയൻസ്. അപ്പൊ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഭയങ്കര സന്തോഷമായിരിക്കും അതിന്റെ ആൻസർ പറയാനായിട്ട്. അപ്പൊ വേറൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. ബൈ.